ഞാനേ ചാണം പറക്കാൻ വേണ്ടി പോവുന്നത്. ഇവിടെ ചാണം ഉണ്ടല്ലോ, ചാണോ ആവശ്യമുണ്ട്. എന്താ കുത്തും പേരൊക്കെ ചോദിച്ചാണല്ലോ. ഞാനിപ്പോ സത്യം പറയണ്ടെങ്കിൽ ഇനി നാട്ടിൽ നടന്ന് പാട്ടാക്കൂ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അക്ക സുബൈദാനോട് പോയി പറയും ചെയ്യും. എൻ്റെ ഒരു കമ്പനിയാണ്. ചാണമെന്ന് അറിഞ്ഞപ്പോ ഇത് പെണ്ണേത്തി ഞാൻ വെറുതെ പറയാന്ന് പറഞ്ഞു. ഏതാ സാധനങ്ങളൊക്കെ കോഞ്ഞപ്പോ കൊയ്യാനിടല്ല ചാക്കെടുത്ത് ഇറങ്ങിയല്ലേ? മോനെ എന്നോട് അറിയാലോ, നെല്ലിമണി ഉണ്ടല്ലോ, ആദ്യമൊക്കെ ഞങ്ങൾ എത്ര പോലും പൊറക്കിട്ട് പെരയെ കൊണ്ടുപോയിട്ടേ കുത്തിയിട്ട് അയ്യൊക്കെ അഞ്ഞൊക്കെ കുടിച്ചിട്ടാ പഴയ കാലത്തല്ലേ. ഇപ്പൊ നോക്കി ഇവര് ആ മെഷീൻ ഇറങ്ങിയ കാരണം ഒറ്റ നെല്ലിമണി ഇല്ല. ഒക്കെ ആ മെഷീൻ എടുത്തിട്ട് ഒക്കെ ഓർക്ക് നെല്ലാക്കി കൊടുത്തിരുന്നു. ഇവിടെ ഒന്നും കാണാനില്ലടാ. ചാക്കെടുത്ത് ഇറങ്ങിയ പോലെ കൊറേ കിട്ടിയെങ്കിൽ കിട്ടോടച്ചിട്ട് എപ്പോഴെങ്കിലും ഓരോന്നാ കിട്ടുന്നത്. ഞാന് ഇന്നലെ അവിടുന്ന് റോട്ടിന്റെ അവിടുന്ന് കണ്ടില്ല. ജിന്നെ കണ്ടില്ല? കണ്ടില്ല മോനെ. ഞാനും ഉമ്മയും കൂടി കോഴിക്കോട് പോയി വരികയായിരുന്നു. കോഴിക്കോടാ? എന്റെ കോഴിക്കോടത്തെ അമ്മായി ഇല്ലേ, കോഴിക്കോടത്തെ അമ്മായി എന്നും വിളിക്കും ഞങ്ങളെ, നിങ്ങള് വരുന്നില്ലല്ലോ എന്ന്. അപ്പൊ മൂക്കാൻ പാർത്താലോ ഓരൊക്കെ പറഞ്ഞ് ഓര് പോകണ്ടെന്ന് പറഞ്ഞു. ഓര് അങ്ങോട്ട് ആദ്യം പറഞ്ഞില്ല, പിന്നെ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ പോകണ്ട് എന്ന് ഞങ്ങളെയും വിളിക്കുന്നുണ്ട് കാരണം. അങ്ങനെ ഞാൻ മോനെ എന്നോട് പറയാം, ഞങ്ങൾ കോഴിക്കോട്ടെ അമ്മായിലോർക്ക് പോയി. കോഴിക്കോട്ടെ അമ്മായിനെ അന്നപ്പോ എന്നെ കണ്ടപ്പോ എന്താ സന്തോഷം എല്ലാവർക്കും. കുഞ്ഞാപ്പോ വാടാന്ന് അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ പൊറാട്ടൊക്കെ ഉണ്ടാക്കിണ്ടാവൂലേ കോഴിക്കോട്ടമ്മായിന്റെ ഒന്ന്. എന്നോട് പറയാ മോനെ ഒരു ചോറ് ഇട്ടാന്നിട്ടാ. ആദ്യം ഇട്ടാന്ന് ഞാനാ തിന്നു, പിന്നെ ഇട്ടാന്ന് തിന്നപ്പോ അമ്മ പറഞ്ഞു മതി ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് കഴിക്കണം. ഇനി കുഞ്ഞാപ്പ വന്നിച്ചു പറഞ്ഞു. പിന്നെ അമ്മായി ചീത്ത പറഞ്ഞു ഉമ്മാനെ, എന്ത് താത്ത നിങ്ങള് പറഞ്ഞത്, അവൻ വെള്ളം നിറച്ച് തിന്നോട്ടെ, ഓനക്ക് എന്താണ് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ ചോറ് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഉമ്മ വന്നൊക്കെ വെറുതെയാണ് പോയി. ഉമ്മ പോയപ്പോ ഞാൻ 2-3 പ്രാവശ്യം കൂടി കോഴിക്കോട്ടെ അമ്മായിനോട് ചോറിടാൻ പറഞ്ഞു. അമ്മായി എടുത്തേക്കാരനെ എന്ത് തീറ്റാണത്, തിരിച്ചു പോടാ, തിന്നുക മാത്രം തിന്നാ മതിയാ. കോഴിക്കോട്ടമ്മ പറഞ്ഞോ? ബാക്കിയുള്ളവർക്കും തിന്നണ്ടേ? അമ്മ പറഞ്ഞ കേട്ടാ പോരാ ആദ്യം. അല്ല ഞാൻ ചോദിച്ചു അമ്മായിയെ നിങ്ങളല്ലേ പറഞ്ഞത് ഉമ്മ വരുമ്പോ തിന്നോട്ടേന്ന്. എന്റെ ഉമ്മ പറഞ്ഞപ്പോ ഇങ്ങനത്തെ തീറ്റ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് ഒരു 1-1.5 തരം തീറ്റായി. എങ്ങനെയാണ് എന്നെ കുടുംബക്കാരൊക്കെ അങ്ങനെയാണ് എന്നെ കുടുംബത്തേക്കൊന്നും വിളിക്കാത്തത്. എന്നോട് എന്നിട്ട് ഉമ്മാനോട് പറയിച്ചിട്ടേ എന്നോട് പറഞ്ഞേ ഒന്നും പറയണ്ട, അത് 10 രൂപ കച്ചു തന്നു മേടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ. ഞാനോട് പോകുമ്പോ ഇന്നൊരു നോട്ടം ഞാൻ ഉമ്മാനോട് ഒന്നും പറയണ്ടോ വെച്ചിട്ട്. അപ്പൊ ഉമ്മാർ എന്താടാ തീറ്റ കഴിഞ്ഞാടാന്ന്. അപ്പൊ അമ്മായി നിങ്ങള് വിചാരിച്ച മാരി കുഞ്ഞാപ്പ് മതിയാക്കി, ഞാൻ ചെക്കനോട് കുറച്ചും കൂടി തിന്നോ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അമ്മായിനൊരു നോട്ടം നോക്കിയപ്പോ അമ്മായി ഇങ്ങനെ ആക്കി ഞാൻ മുണ്ടിയില്ല. ഇനിയിപ്പൊ അമ്മായി 10 രൂപ അങ്ങനെ മേടിച്ചാലോ വെച്ചിട്ട്. എന്നിട്ട് മാനേ അമ്മായി എന്നിട്ട് എന്നോട് ആദ്യം പറയുന്നത് ചായയും ചോറൊക്കെ തിന്നിട്ട് പോയാൽ മതി എന്നിട്ടാ. ഞങ്ങളിങ്ങനെ കൊറേ നിന്നിട്ട് മൂത്തമ്മക്ക് ഉണ്ടായിന്ന് എന്നിട്ട് ഞാന് ഔത്തേക്ക് പോയതാണ്. അപ്പൊ അവിടെ കിറുകിറുക്കല് കേൾക്കണേ ചെക്കനെ ഇറച്ചൊക്കെ തിന്നിട്ട് ഇങ്ങനെ പറയുന്നു. ഞാൻ കൊറേ വാരി വലിച്ച് തിന്നു, കൊറേ തിന്നു. എന്നിട്ട് പോവാൻ ഞങ്ങള് ഉമ്മ അറിഞ്ഞ് നീ ചായ കുടിച്ചിട്ട് പോവാ, ഞാന് കോഴിക്കോട് വരെ വന്നതല്ലേ. ഇല്ലടാ എന്നിട്ട് ചായനെ കൂട്ടൊന്നും പറയുന്നില്ല ഒരു. എന്നിട്ട് കടിയൊക്കെ ഉണ്ടാക്കി പൊറാട്ടൊക്കെ കൊടുന്നിക്കണ്. ഒരു അധികം കൊടുത്തിട്ടൊന്നും ഇല്ല, പൊറാട്ടകള്. എന്നിട്ട് അപ്പം ഞങ്ങളോട് പറയും മൂത്തുമ്പോ നിങ്ങൾ ഇന്ന് പോകണമെങ്കിൽ പോയിക്കോളി, എനിക്ക് ഇവിടെ ആശുപത്രിയൊക്കെ പോവാണ്ട് കാരണം. അപ്പൊ എന്നിട്ട് ഞങ്ങൾക്ക് കട്ടൻ ചായ കൊടുത്തു. എന്താ വിലവത്തിയുള്ള ആ പൊറാട്ടൊക്കെ ഞാൻ എടുത്ത് തിന്നിച്ചിട്ടാണ്. അതല്ല ഒരു പറയുന്നുണ്ട് ചോറ് ഓരക്കങ്ങ കഴിഞ്ഞിട്ടില്ല, അത് പൊറാട്ട കൂട്ടിയിട്ട് തിന്നാച്ചിട്ട് ഇനി ആരെ വരാണ്ട് എത്ര പുറത്തേക്ക് പോരാ പൊറാട്ട കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും ഉമ്മയും കൂടി പോയിരുന്നു മൂത്ത വയ്യാറിനപ്പോ. അപ്പൊ തന്നെ കോഴിക്കോട്ടെ അമ്മായി വരാൻ എന്നോട്
എവിടക്കാ ഒന്ന് പോണടാ കുഞ്ഞാപ്പോ എനിക്ക് അല്ലെങ്കിൽ പറ്റൂലല്ലോ ഉമ്മാക്ക് പണിയില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാ മതി. ശരിയാ ഉമ്മ പറഞ്ഞു അതന്നെ എനിക്ക് നാളെ നബിസാത്താടെ പണിയുണ്ട്. നബിസാത്താടെ ഇപ്പൊ മറ്റന്നാടുത്താലും മതി. നബിസാത്താന്റെ പേരെ അവിടെ ഒന്നും പോകുന്നില്ല. അങ്ങനെ ചെയ്താലും മതി. ഡാഡി ഇവിടെ പോവാ അങ്ങനെ മോനെ ഞങ്ങളോട് പോന്ന്. ഞാൻ നെല്ല് പറക്കട്ടാടാ. അല്ല ഇപ്പൊ എന്താ ഇന്നിപ്പോ ഒന്നുമില്ലാത്തൊരു അരവ് ഇത് തന്നെ കൊയ്ത് ഒന്നുമില്ലാത്ത വരവല്ലടാ. അല്ല ഈ നേരത്ത് കാണില്ലേ? ഇതിപ്പോ വൈലാറൊക്കെ വന്നതാണ്. എന്നാ ആയിക്കോട്ടെ പോയിക്കോട്ടാ. ഞാൻ നെല്ലൊന്നും കഴിക്കാണ്ട് ആൾക്കാർക്ക് ഇതാവും. പിന്നെ അവിടെ കൂട്ടിട്ടുണ്ട് അതൊന്നും എടുക്കരുതിട്ടാ. ആൾക്കാർ തല്ലുത്രേ. അതാണ് പറഞ്ഞ ഒന്നും എടുക്കണ്ടെന്നുള്ളത്. ആൾക്കാര് കാണാതെ കഴിയുന്നില്ലേ? ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഞാൻ അടി കിട്ടു അതിനൊന്നും നിക്കണ്ട. ഞാൻ വൈക്കോലൊക്കെ വേണമെങ്കിൽ കൊണ്ടേക്കോ. അതിനൊരു പയ്യുള്ളതല്ലേ? ഞാൻ പോവാ. എന്താണ് ഞാൻ പോവാ. ആ നായി വേറെ നായിനെ കൂട്ടി വന്നിട്ട് കടിക്കാൻ നോക്കി. അതല്ല കുഞ്ഞാപ്പോ ഒന്നും മുണ്ടിന്നില്ലല്ലോ. അല്ല കുഞ്ഞാപ്പ എന്നോട് എന്റെ ഒപ്പം പോരെന്നറിഞ്ഞേ. കടിക്കാത്ത ഭാഗ്യല്ലേ. നായി അതാ പിന്നാലുണ്ട്. നായി ഏതാ സാധന കണ്ടപ്പോ ഒന്നും മുണ്ടിയില്ല. നായല്ലേ മറ്റേതാ ഞാൻ പോണെനിക്ക് ഞാനില്ല. അല്ല ഇങ്ങോട്ട് പോണ്. ഞാൻ എന്റെ അതാ അവിടെ നായിന്റെ പോകാൻ പറ്റൂല. അത് കടിക്കൂല കുഞ്ഞാപ്പോ. പോയി ഞാൻ പോട്ടെട്ടാ. ഞാൻ പേടിച്ചു വിളിയേക്ക് പോകും ഞാൻ.